ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കോഴിമുട്ട ഇട്ട് മക്രോണി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ചങ്ങായിമാരെ, ടേസ്റ്റി എഫ്സിലേക്ക് സ്വാഗതം. ഈ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ടിപ്പും ട്രിക്സും ഒക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ വരി വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട മക്രോണിക്ക് വേണ്ടിയിട്ട് 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ ഒരു മക്രോണി പാക്ക് എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ഒരു കടായി വെച്ച് നല്ല പോലെ വെള്ളം തിളപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം മക്രോണി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഇളക്കാവൂ. ടോട്ടലി നമുക്കിത് 7 മിനിറ്റ് നല്ല പോലെ വേവിച്ചെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മക്രോണി 7 മിനിറ്റ് ആയി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി വെക്കണം. ഊറ്റി വെച്ച് തണുത്തതിന് ശേഷം ഇതിലേക്ക് മുകളിലൂടെ കുറച്ച് പച്ച നല്ല വെള്ളം തൂവി കൊടുക്കണം. ഒരു കടായി വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ചീകിയെടുക്കണം. 3 കോഴിമുട്ടയൊന്ന് ചീകിയെടുക്കണം. അത് എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ചെറിയ വേവിൽ. ഇനി ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 15 പീസ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും 2 പച്ചമുളകും ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്രോണി ഊറ്റി വെച്ച മക്രോണി തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ കുറച്ച് നല്ല വെള്ളം ഒന്ന് തൂവി കൊടുക്കാം. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും 3/4 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ശകലം വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ചീകി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മക്രോണിയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി മക്രോണി, എഗ്ഗ് മക്രോണി ഇവിടെ റെഡിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അതിനുശേഷം മുകളിലൂടെ ശകലം വേപ്പില നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. പുതിയ ചാനലാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചാനൽ സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നവരെ ടിൽ ദെൻ ലിവ് വെൽ, ലിവ് സ്ട്രോങ്, ടാറ്റ.